ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിനകത്തുള്ള കർവിനെ കുറിച്ചാണ്. ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജിലുള്ള ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ മുതൽ ഡാർക്ക് ആയിട്ടുള്ള വരെ ഏരിയനെ കാണിക്കുന്നതാണ് കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയയും മിഡ് ടോൺസും അതുപോലെ തന്നെ ഷാഡോ ഏരിയയും ചേരുന്നതാണ് ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഇമേജിൽ ഏറ്റവും വൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ പറയുന്നതാണ്. അടുത്തായിട്ടുള്ള മിഡിൽ ഏരിയ അഥവാ മിഡ് ടോൺസ് എന്ന് പറയുന്നത് ഈ ഇമേജിലെ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇടയിൽ വരുന്ന ഗ്രേ കളർ വരുന്ന ആ ഒരു ഏരിയയ്ക്ക് പറയുന്നതാണ്. ലാസ്റ്റായിട്ട് വരുന്ന ഷാഡോ ഏരിയ എന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണുന്ന ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയ്ക്കാണ്. അപ്പോൾ നമുക്കിവിടെ കർവ്സിനെ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് മെനു ബാറിൽ ഇമേജിൽ പോവാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷനകത്താണ് നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും വരുന്നത്. നമ്മൾ മുൻപ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റും അതുപോലെ ലെവൽസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ കർവ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഷോർട്ട് കീസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കർവ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് കാണാൻ കഴിയുന്ന പ്രീസെറ്റ് ആണ്. ഇത് നമുക്ക് ഫോട്ടോഷോപ്പ് തരുന്ന കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രീസെറ്റുകളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഫോട്ടോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള പ്രീസെറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡീഫോൾട്ട് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ടുള്ള ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് RGB അതുപോലെ തന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോഗ്രാമാണ്. ഈ ഹിസ്റ്റോഗ്രാമിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ പോകുന്നത് കാണാം. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡോ ഏരിയയിൽ മുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ വരെ പോകുന്ന ഒരു ലൈനാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഈ ഏരിയയ്ക്കാണ് ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ ആയിട്ടുള്ള ഏരിയയ്ക്കാണ് മിഡ് ടോൺസ് എന്ന് പറയുക. അതുപോലെ ഈ ബോട്ടം വരുന്ന ഈ ഒരു പോയിന്റാണ് ഷാഡോ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയ മുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിലേക്കാണ് ഇത് പോകുന്നത്. അതായത് ഇവിടെ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്കാണ് പോകുന്നത്. അതായത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ മുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ലൈനിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇമേജിനകത്ത് ഡാർക്ക്നെസ് കൂടി വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള പോർഷനിലേക്ക് നമ്മൾ വലിച്ചു നീക്കുകയാണ് ചെയ്തത്. നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് ഇവിടെ ഡാർക്ക്നെസ് കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിൽ കുറച്ചും കൂടെ വൈറ്റ്നസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ഡ്രാഗ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിൽ കുറച്ചും കൂടെ ഒരു വൈറ്റ്നസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷനിൽ കുറച്ചും കൂടെ ഡാർക്ക്നെസ്സും വന്നിട്ടുണ്ട്. ഇതൊരു S ആകൃതിയിലുള്ള കർവാണ്. ഞാൻ ഇതിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് Alt കീ പ്രസ് ചെയ്യാം. Alt കീ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓപ്ഷൻ തന്നെ കാണാം. ഞാൻ റീസെറ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു പോയിന്റ്സ് എല്ലാം പോയിട്ട് ഇത് റീസെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ എൻ്റയർ പോർഷൻ അതായത് ഹൈലൈറ്റ് ഏരിയയും ഷാഡോ ഏരിയയും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് ടോൺസിനെ നമുക്ക് അല്പം മുകളിലേക്ക് ഉയർത്താം. ഞാൻ ഈ ഒരു മിഡ് ടോൺസിനെ ഉയർത്തിയ സമയത്ത് ഈ ഒരു ഇമേജിനകത്തുള്ള ഹൈലൈറ്റ് ഏരിയയും അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയും ഒരുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഇമേജിനകത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയനെ അതുപോലെ തന്നെ ഷാഡോ ഏരിയനെ നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് ടോണിനെ നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്തുള്ള എല്ലാ പോർഷനും ഒരുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇമേജിൻ്റെ വൈറ്റ് ആയിട്ടുള്ള പോർഷനെ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇമേജിനകത്തുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ അല്പം മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനെ മാത്രം ഉദ്ദേശിച്ചാണ് ഡ്രാഗ് ചെയ്തത്. പക്ഷേ ഇതിനകത്തുള്ള ഡാർക്ക് ആയിട്ടുള്ള പോർഷനും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ മിഡ് ടോണിനകത്ത് മറ്റൊരു പോയിന്റ് ആഡ് ചെയ്യാം. ഈ ഒരു പോയിന്റ് ആഡ് ചെയ്ത് അല്പം താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ നമുക്ക് പഴയതുപോലെ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കർവ്സിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഡാർക്ക്നെസ്സും അതുപോലെ ബ്രൈറ്റ്നസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കി നമുക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പോയിന്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ലൈന് പഴയതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പെൻസിൽ ടൂൾ കാണാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹിസ്റ്റോഗ്രാമിൽ ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുത്ത് നമുക്ക് കർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ഹിസ്റ്റോഗ്രാമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഹാൻഡ് ടൂൾ കാണാം. ഈ ഒരു ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇമേജിനകത്ത് വരുന്ന സമയത്ത് ഓരോ പോർഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മുടെ ഹിസ്റ്റോഗ്രാമിനകത്ത് കാണിക്കുന്നുണ്ട്.
അതായത് ഞാനിപ്പോൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റോഗ്രാമിനകത്ത് നിങ്ങൾക്ക് കാണാം ആ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് ഈ ഒരു പോയിന്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ വന്നപ്പോൾ ആ ഒരു പോയിന്റർ ഷാഡോ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നസ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഉയർത്താം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്ത് ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡാർക്ക്നെസ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്ത് ഡാർക്ക്നെസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പിക്കർ ടൂൾസ് കാണാം. ഈ ഒരു ടൂൾസ് നമ്മൾ എന്താണെന്ന് ലെവൽസിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഈ ഒരു ടൂൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഏരിയനെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൂൾ മിഡ് ടോൺസിനെയും മൂന്നാമത്തെ ടൂള് വൈറ്റ്നസിനെയും. നമ്മൾ ഈ ഒരു ബ്ലാക്കിനെ റെപ്രസെൻറ്റ് ചെയ്ത ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഇമേജിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ മിഡ് ടോൺസിൻ്റെ ടൂളിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ ഇമേജിനകത്തുള്ള ഒരു മിഡ് ടോണിനെ സെലക്ട് ചെയ്യാം. അതായത് വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു കളറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മിഡ് ടോൺസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇമേജിനകത്തുള്ള ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റത്തെ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കളർ കറക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്റോഗ്രാമിനകത്ത് ഓരോ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻസ് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾസിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഹിസ്റ്റോഗ്രാമിൽ മാനുവലായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അടുത്തൊരു ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോഷോപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമേജിനകത്ത് കർവ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു എസ് ഷേപ്പിലുള്ള കർവ് വന്നിരിക്കുന്നത്. ഞാൻ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് കർവ്സ് ഡിസ്പ്ലേ ഓപ്ഷൻസ് ഉണ്ട്. അത് മറ്റൊന്നുമില്ല, നമ്മുടെ ഇതിനകത്ത് കാണുന്ന ഓരോ ഓപ്ഷനും നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഈ കാണുന്ന ഹിസ്റ്റോഗ്രാം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനകത്തുള്ള ടിക്ക് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളെയും ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണിത്. ഞാൻ ഹിസ്റ്റോഗ്രാമിൽ ടിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രിഡ് ഓപ്ഷൻസ്. ഇവിടെ 2 തരത്തിലുള്ള ഗ്രിഡ് ഓപ്ഷനാണ് ഉള്ളത്. ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഗ്രിഡ് വളരെ ചെറുതായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗ്രിഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനുള്ള ചാനൽ എന്താണെന്ന് നോക്കാം. ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് RGB കളർ കാണാം. നമ്മൾ ഇത്രയും നേരം നോക്കിയത് മൊത്തത്തിലുള്ള RGB കളർ മോഡാണ്. അതുപോലെ തന്നെ ഈ RGB കളർ മോഡിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. റെഡ്, ഗ്രീന്, ബ്ലൂ. നമുക്ക് ഈ ഒരു റെഡ് കളറിനെ സെലക്ട് ചെയ്യാം. ഈ ഒരു റെഡ് കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയാനാണ്. അതുപോലെ തന്നെ ഗ്രീൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജന്തയാണ്. പിന്നെ വരുന്ന ബ്ലൂ കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോയാണ്. ഞാൻ ആദ്യം തന്നെ റെഡ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെഡ് കളറിന് നമ്മൾ മിഡ് ടോൺസിൽ നമ്മൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ഇൻക്രീസ് ആവുന്നതാണ് ഇമേജിനകത്ത്. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജിനകത്ത് റെഡ് കളർ കുറഞ്ഞ് അവിടെ സിയാൻ കളർ വരുന്നതാണ്. നമുക്കൊന്ന് മിഡ് ടോൺസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്ത് മൊത്തത്തിൽ റെഡ് കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം റെഡ് കളർ കുറഞ്ഞു. അതുപോലെ തന്നെ സിയാൻ കളർ ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജ് പഴയതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഗ്രീൻ സെലക്ട് ചെയ്യാം. ഈ ഒരു ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കളർ മജന്തയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മിഡ് ടോണിൻ്റെ മുകളിലേക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിനകത്ത് ഗ്രീൻ കളർ എൻ്റയർ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത് കാണാം. അതുപോലെ ഞാൻ ഈ പോയിന്റിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഇമേജിനകത്ത് ഗ്രീൻ കളർ കുറഞ്ഞിട്ട് മജന്ത കളറാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കളറായിട്ടുള്ള ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇതിനൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഈ ഒരു ബ്ലൂ കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഞാൻ ബ്ലൂ കളറിന് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്ത് ബ്ലൂ കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജിനകത്ത് യെല്ലോ കളറാണ് കൂടുതലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു കളറിനെ സ്പെസിഫിക് ആയിട്ട് ഉയർത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ വന്നതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ കർവ്സിനകത്തുള്ള ഓപ്ഷനെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇമേജിനെ കർവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ആദ്യം തന്നെ ഇമേജിനകത്തുള്ള ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഹൈലൈറ്റ് പോർഷനിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കൊടുത്താം. ഇപ്പോൾ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയനെയും കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയനെ നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് ആക്കണം.
അതിനുശേഷം നമുക്ക് ഷാഡോ ഏരിയയിൽ വന്നതിന് ശേഷം ഇതിനെ അല്പം താഴേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഇമേജിനകത്ത് ഡാർക്ക് ആയിട്ടുള്ള പോർഷനിൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇമേജിനകത്തുള്ള സ്കിന്നിൻ്റെ കളറിൽ മജന്ത കളർ അല്പം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മജന്ത കളറിനെ അല്പം കുറച്ച് കൊടുത്ത് ഇതിനകത്ത് ഒരു യെല്ലോ കളർ അല്പം കൂടി കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചാനലിലേക്ക് പോവാം. ഞാനിവിടെ ഗ്രീനിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് മജന്ത എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനിലാണ് മജന്ത കുറയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ മുകളിൽ വന്നതിന് ശേഷം ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ മുകളിലേക്ക് അല്പം മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്കിന്നിനകത്ത് മജന്തയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമുക്ക് അല്പം കൂടി യെല്ലോ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ബ്ലൂ ചാനൽ സെലക്ട് ചെയ്യാം. ഈ ഒരു ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റാണ് യെല്ലോ എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് അല്പം ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇമേജിനകത്ത് കാണാം മജന്ത കളർ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളർ സ്കിന്നിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കർവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജിനെ എഡിറ്റ് ചെയ്യാം. നമ്മുടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ഇമേജിനെയും കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. നമുക്ക് ഒറിജിനൽ ഇമേജിൽ പോയി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒറിജിനൽ ഇമേജും അതുപോലെ നമ്മൾ ആ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇമേജും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. നമ്മൾ ഇതിനകത്ത് മറ്റ് എഡിറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇമേജിന് നമുക്ക് കർവ്സ് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇമേജൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.